നിങ്ങൾ വണ്ടി സെയിലിന് ഇടുന്നതിന് മുന്നേ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെയുണ്ട് എന്നുള്ളത്. കാരണം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ടാവും, നമുക്ക് അറിയാത്ത കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ എടുക്കാൻ വരുന്ന ആൾ പറഞ്ഞു കഴിയുമ്പോഴായിരിക്കും പലപ്പോഴും നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. അത് കാരണം സെയിൽ പലപ്പോഴും സ്കിപ്പായി പോകാം. മൈനർ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അതായത് ചെറിയ പൈസയ്ക്ക് പരിഹരിക്കാവുന്ന കാര്യങ്ങൾ അങ്ങനെ ഇട്ടിട്ട് വരുന്ന സമയത്ത് അത് നെഗോഷിയേഷനിൽ അതൊരു വലിയ ഇമ്പാക്റ്റിലേക്ക് പോകും. അങ്ങനെ ഒരു സംഭവം ഇന്നലെ ഉണ്ടായി. ഒരു പജീറോ സ്റ്റാൻ പോയ സമയത്ത് വണ്ടി നല്ല അടിപൊളി വണ്ടിയാണ്, സൂപ്പർ, ഓടിച്ചു നോക്കി, എല്ലാം പെർഫെക്റ്റ്. ബട്ട് ഇഷ്യൂ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ ബോഡി ഇൻസ്പെക്ട് ചെയ്ത സമയത്ത് അത് നമുക്ക് ലിഫ്റ്റ് സൺഡേ ആയിരുന്നതുകൊണ്ട് ലിഫ്റ്റ് ഇല്ലായിരുന്നു എങ്ങും ഇതൊന്ന് അപ്പ് ചെയ്ത് നോക്കാൻ വേണ്ടി. അല്ലാതെ തന്നെ നോർമലി വണ്ടിയുടെ അടിയിൽ കയറി നോക്കിയ സമയത്ത് ഓയിൽ ലീക്ക്, എക്സ്ട്രീം ഹെവി ഓയിൽ ലീക്ക് ഉണ്ട് ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത്, ട്രാൻസ്ഫർ കേസിൻ്റെ ഭാഗത്ത്. അപ്പോൾ അത് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. അവരും അത് അറിഞ്ഞില്ല, അതായത് സെല്ലറും ഇത് അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു ലീക്ക് ഉണ്ട് എന്നുള്ള കേസ്. കഴിഞ്ഞ ദിവസവും മറ്റുമാണ് അതിൻ്റെ റീഫില്ലിങ് നടന്നത്. മേ ബി ഫില്ലർ പ്ലഗ് പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്യാത്തതാവാം. അതുപോലെ ഡിഫറൻഷ്യൽ സൈഡിലും ഒരു സൈഡിൽ നിന്ന് ചെറുതായിട്ട് ലീക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വണ്ടി വിൽക്കാൻ ഇടുമ്പോഴാണെന്നുണ്ടെങ്കിൽ പ്രൈസിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് റിപ്പയർ കോസ്റ്റ് എന്നുള്ളത്. അപ്പോൾ കഴിവതും ഈ വണ്ടിക്കകത്ത് എന്തൊക്കെ വർക്ക് ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. എല്ലാ കേസിലും നമ്മളെ അറിഞ്ഞു വെച്ചുകൊണ്ട് ചതിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത്. അവർ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ നോക്കുമ്പോൾ. കാരണം നമ്മളൊരു പെയ്ഡ് സർവീസാണ്. ആ സമയത്ത് ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽ നമുക്ക് നോക്കിയേ പറ്റുള്ളൂ. ആ നോക്കുന്ന സമയത്ത് ഇത് ഐഡൻറ്റിഫൈ ആവുന്ന സമയത്ത് ഒരു പക്ഷേ അത് സെയിൽ ക്യാൻസലേഷനിലേക്ക് പോകാനുള്ള സാധ്യതയും കൂടുതലാണ്.